ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം. പോർഷൻ മൊത്തം ഉണ്ടെങ്കിലും ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കാം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇഷായുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുവന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. മതി. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനത്തിലേക്കും ദൈവശബ്ദത്തിനായി പരിശുദ്ധാത്മാവിലേക്കും ഞങ്ങളുടെ ചിന്തയും ആലോചനകളെയും ഞങ്ങൾക്ക് നൽകിത്തരുന്ന വചനത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കേൾവിക്കാരായി ഓൺലൈനിലും ഓഫ്ലൈനിലും ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന, ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും മനസ്സിന് ധൈര്യവും നൽകി ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന, ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങളുടെ കാലുകളെയും ചിന്തകളെയും വളരെ വേഗത്തിൽ ഓടിപ്പിച്ച് കയറ്റാനുള്ള ഒരു ദൈവശബ്ദമായി പരിശുദ്ധാത്മാവ് ഇത് തുറന്നു കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മനസ്സിനെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവശബ്ദത്തെയും മനസ്സിന് ധൈര്യം ഉളവാക്കുന്ന ദൈവ ഇടപെടലും ഈ അന്തരീക്ഷത്തിനകത്തേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. ശമൂവേലിന്റെ പുസ്തകം ഒരു പുസ്തകമായിരുന്നു. പിന്നീട് അത് 2 ഭാഗങ്ങളാക്കി, 2 ഏടുകളായി തിരിച്ചുകൊണ്ടാണ് 1 ശമൂവേലും 2 ശമൂവേലും ഉണ്ടാകുവാനിടയായി തീർന്നത്. ഒരു പ്രവാചകന്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ പുസ്തകമാണ്. ഒത്തിരി പ്രവാചകന്മാർ അവരുടെ ശുശ്രൂഷകളുടെ ശക്തി ദൈവശക്തിയാൽ തെളിയിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ പേരുകളിൽ അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ചെറുതും വലുതുമായി നമുക്കതിനെ പഠിക്കാൻ കഴിയും. ചെറിയ പ്രവാചകന്മാരെന്നും വലിയ പ്രവാചകന്മാരെന്നും നമുക്ക് കാണാൻ കഴിയും. ഒരു ദേശത്തിൻ്റെ മേൽ ദൈവശബ്ദം ഉണ്ടാകാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകനാണ് ശമൂവേൽ. ആമേൻ. നല്ല ആമേൻ പറഞ്ഞാൽ അങ്ങനെ എൻ്റെ കൂടെ നിൽക്കും. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ പുറകോട്ട് പോകും. ഈ അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതെന്ന് പറഞ്ഞൊരു പുസ്തകം ഇതാണ്. യാഗം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആരാധനയാണ്. സോ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ പുസ്തകത്തിനകത്തൂടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മുൻനിർത്തി കാണിക്കുന്നു. ആഗ്രഹിച്ച് ജനം ചോദിച്ച ഒരു രാജാവ് ദൈവത്തെയും ദൈവപ്രമാണങ്ങളെയും അനുസരിക്കാതെ വന്നപ്പോൾ അവനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതും, ഒട്ടും യോഗ്യതയില്ലെന്ന് കുടുംബത്തിലെ അമ്മയും അപ്പനും വിചാരിച്ചു പോയൊരു സാഹചര്യത്തിൽ നിന്ന് അനുസരിക്കാനും താഴ്മയുള്ള ഹൃദയം കൊടുക്കുവാനും തയ്യാറായതുകൊണ്ടും ഉയർത്തിക്കൊണ്ടു വന്നൊരു ചരിത്രമാണ് ഇതിനകത്തൂടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ആമേൻ. ഒന്ന് മനസ്സിനോട് പറഞ്ഞാട്ടെ, ദാവീദ് പറയുന്നത് പോലെ തന്നെ ആരാധനയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അനുസരണം. ആമേൻ. അനുസരിക്കുന്നതിൻ്റെ പിറകിൽ ഒത്തിരി നന്മകളുണ്ട്. ആമേൻ. ഈ വിശ്വാസം പോലും ബൈബിൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നതിൻ്റെ പിന്നിൽ അനുസരണം എന്നൊരു പദം അതിനകത്ത് ഇൻബിൽറ്റ് ആണ്. ആമേൻ. അനുസരിക്കുന്നവന്റെ മുമ്പിൽ അനുഗ്രഹങ്ങൾ തുറന്നു വന്നുകൊണ്ടേയിരിക്കും. നല്ല ഹല്ലേലൂയ ആമേയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും.
ഇവിടെ കുഞ്ഞുങ്ങൾ കുറവാണ്. അവരോട് ഞാൻ പറയുന്നു, ഒരു വൈരാഗ്യ മനോഭാവമോ വൈരുദ്ധ്യ മനോഭാവമോ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾ കാണിക്കാൻ പാടില്ല. അവർ തെറ്റാണ് പറയുന്നതെങ്കിലും ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് ദൈവവചനപ്രകാരമായിരിക്കണം. ആമേൻ. പെട്ടെന്നൊരു മറുപടിയും പറയാതെ ഈ വിഷയത്തിനകത്ത് ശാന്തമുള്ള ഒരു മനസ്സിൽ തിരിച്ച് ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയം ആ ചെയ്ത്ത് പോലും ആ പ്രവൃത്തി പോലും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് അനുസരണം. ആമേൻ. ശുശ്രൂഷയായിട്ട് വെളിപ്പെടുന്നത് വിശ്വാസമാണെങ്കിൽ ക്യാരക്ടറുമായിട്ട് വെളിപ്പെടുന്നതാണ് അനുസരണം. അപ്പം ഞാനത് പറയുമ്പോൾ തന്നെ ദൈവനീതിക്ക് വിരോധമായുള്ള ഒരു അടിമത്ത മനോഭാവ അനുസരണം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവനീതി നിലനിൽക്കുന്നതിന് വിരോധമായി, ദൈവനീതി നടപ്പിലാകുന്നതിന് വിരോധമായി നിങ്ങൾ ഒന്നിനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ദൈവിക ഭരണത്തിന്റെ കീഴിൽ, ദൈവിക നീതിയുടെ കീഴിൽ നിങ്ങൾ ദൈവത്തെയും ദൈവം നിയമിച്ചവരെയും അനുസരിക്കാൻ തയ്യാറായാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞാൻ ഈ വിഷയമൊന്നും തുടങ്ങണമെന്ന് വിചാരിച്ചതല്ല. അതുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്നവർ ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും ദൈവപ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ ദൈവ നിയമിച്ചവരെയും അനുസരിക്കാൻ തയ്യാറായിരിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായിരിക്കും. ഇനി നിങ്ങളുടെ ഹൃദയം, നമ്മളോടുള്ള ബന്ധത്തിൽ പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ കൃത്യമായ ഒരു അനുസരണം ഉണ്ടായിരിക്കണം. ആമേൻ. ആരും മിണ്ടുന്നില്ലല്ലോ. ഇതല്ല എൻ്റെ പ്രസംഗ വിഷയം. എങ്കിലും പറഞ്ഞു വന്ന സ്ഥിതിക്ക് അത് പറയാം. നല്ലതാണ് അനുസരണം, നല്ലതാണ് യാഗത്തേക്കാൾ എന്ന് പറയും. അബ്രഹാമും ഇസഹാക്കും യാഗം കഴിക്കാൻ പോകുമ്പോഴും യാഗത്തേക്കാൾ അതിൽ പ്രസാദമായി വരുന്നത് ദൈവത്തെ അനുസരിക്കുന്ന അബ്രഹാമിന്റെ മനസ്സും അബ്രഹാമിനെ അനുസരിക്കുന്ന ഇസഹാക്കിന്റെ മനസ്സുമാണ്. ആമേൻ. നീ മകനെ കൊടുക്കാൻ തയ്യാറായതുകൊണ്ട്, അതായത് ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറായി. ആമേൻ. ആ അനുസരണമാണ് പിന്നീട് വിശ്വാസമായി എഴുതപ്പെട്ടിട്ടുള്ളത്. ആമേൻ. അപ്പം ദൈവവചനം പ്രതി നിങ്ങൾ കേൾക്കുന്ന വാക്കുകളെ സാഹചര്യ ബന്ധത്തിൽ ഇട്ട് നശിപ്പിച്ചു കളയാതെ ഉടനടി ദൈവാത്മാവിൽ എടുത്തു വെക്കുന്ന അനുസരണം ഒരു വിശ്വാസമാണ്. ആമേൻ. ഹല്ലേലൂയ. അത് മനുഷ്യന് പലർക്കും കഴിയാതെ വരുമ്പോഴാണ് ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു ശക്തി നമ്മുടെ മേൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും. ഒടുക്കത്തില് പ്രസംഗിച്ചപ്പോൾ കമ്പിവാചകമായി പറഞ്ഞു വിട്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമം മരണ ശുശ്രൂഷയാണ് സത്യത്തിൽ. കാരണം തെളിയിച്ചു തരും ഇതാണ് സംഭവം. ആമേൻ. നിങ്ങൾക്ക് ഇതിനകത്ത് ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇത് ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾക്കില്ല, നിങ്ങൾ പരാജിതമായി പോകും എന്ന് സ്വയം വിലയിരുത്തുന്ന ഒരു നീതിയിലേക്ക് ഒരു നിയമം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുതിയ നിയമം കാഴ്ചവെക്കുന്നത് ഹല്ലേലൂയ, ആ എഴുതി വെച്ചിരിക്കുന്ന അനുഭവങ്ങളെ അല്ലെങ്കിൽ നിയമങ്ങളെ മുഴുവൻ ജയിക്കാനും അനുസരിക്കാനും ഉള്ള ഒരു ശക്തിയെ ആണ് നൽകുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഹല്ലേലൂയ എല്ലാം പരിശുദ്ധാത്മാവിൽ ആ ശക്തിയാൽ നിറവിനാലും ചെയ്യാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഹല്ലേലൂയ വിശ്വാസമായി പരിണമിക്കുന്ന ഹല്ലേലൂയ അനുസരിക്കാൻ പറ്റുന്ന ദൈവീയ ശക്തി നമ്മുടെ കൂടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില സ്റ്റെപ്പുകൾ വെക്കാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മഴ പെയ്തിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ മഴ പെയ്യുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് കേട്ട്
അതിൽ വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് അത് സംസാരിക്കാൻ അനുസരണമായി മാറിയ ആ നോഹയ്ക്ക് വേണ്ടി ദൈവം ആകാശത്തിൻ്റെയും അല്ലെങ്കിൽ കിളിവാതിലുകൾ, ഭൂമിയുടെ ഉള്ളറകളെ ദൈവം തുറന്നെങ്കിൽ ദൈവത്താൽ, ദൈവിക ധൈര്യത്താൽ മുന്നോട്ട് വെക്കുന്ന സ്റ്റെപ്പുകളൊന്നും പരാജയമായി തീരത്തില്ല. ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ പറയും, നീ വിഡ്ഢിയാണ്, മണ്ടനാണ്, നീ ഭ്രാന്തനാണ്, നീ എന്നൊക്കെ പറയും. പക്ഷെ നിന്നെ തെളിയിക്കാൻ ദൈവം ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും ദൈവം അങ്ങനെയുള്ള മനുഷ്യരെ തേടുകയാണ്. നിങ്ങളുടെ റൂമുകൾക്കകത്ത് ആ കണ്ണിറങ്ങി വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ മറുപടിയായി ദൈവശബ്ദം നിങ്ങൾക്കായിട്ട് വെളിപ്പെടുത്തുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി സംസാരിക്കുന്നു. അനുസരിക്കുക, അത് വിശ്വാസമായി പരിണമിക്കട്ടെ. ബൈബിളിൽ ദൈവത്തെ അനുസരിച്ചവർ വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് കയറി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതിരിക്കുക. ഈ പുതിയ നിയമത്തിൽ പാപം എന്ന വാക്ക് പറയുന്ന പോലും വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം. വിശ്വസിക്കാതിരിക്കുന്നത് അവിശ്വാസം, വിശ്വാസത്തിൽ നിന്നുളവാകാത്തത്. ആമേൻ, ഹല്ലേലൂയ. കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് നമ്മളാണ് ഈ അനുസരിക്കുന്നതെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശക്തിയുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അനുസരണമുണ്ട്. ആ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവിന്റെ ഇടപെടൽ ശക്തമാണ് നമ്മുടെ മേൽ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കണമെന്നുള്ള വലിയ ഒരു നിയമത്തിന്റെ കാഠിന്യം വെളിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹം, നിങ്ങളെ അങ്ങനെ വിശ്വാസത്തിനകത്തേക്ക് കൊണ്ടുപോകുന്ന ആ സ്റ്റെപ്പ് അനുസരണമാക്കി മാറ്റുന്ന ആ ആത്മാവിന്റെ ശക്തിയെ കൂടുതലായി അറിയാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മേൽ ആ പ്രവൃത്തിയായിട്ട്, അനുസരണമായിട്ട് അത് വെളിപ്പെടും. നാളുകളിൽ ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേറ്റ ചില വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ ദൈവീകത്തെ അനുസരിച്ച നിങ്ങളുടെ പേരും അതിനകത്ത് വരട്ടെ. അല്ലെങ്കിൽ പിറകോട്ട് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഈ സമുദായത്തിനകത്തൊക്കെ നിന്നപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വരാനുള്ള മനോഭാവം, ഹല്ലേലൂയ, ഈ മതവും പാരമ്പര്യവുമായിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടന്ന സാഹചര്യത്തിനകത്ത് നിന്ന് അതെല്ലാം ഇങ്ങനെ വിട്ടിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടില്ലേ? അത് ആത്മാവ് തന്നതാണ്. ഹല്ലേലൂയ. അത് ആത്മാവിനാ സംഭവിച്ചതാ. അങ്ങനെയല്ലേ? അതോ പാസ്റ്റർ വന്ന് പിടിച്ചു വലിച്ചിട്ട് പോന്നാണോ? അല്ല. ഹല്ലേലൂയ. എന്താണ് കാരണം? അത് ആ ഉറപ്പ് ദൈവാത്മാവ് നൽകുന്നതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ മോള് എഴുതി എന്നോട് ഒരു സ്റ്റാറ്റസ്, ഞങ്ങൾ വാട്സപ്പിൽ സംസാരിക്കുക, എൻ്റെ മൂത്ത മോൻ. അപ്പം ഞാൻ പണ്ട് ഇവിടെ നിന്ന് ശുശ്രൂഷിച്ച ഒരു വാക്ക് അവളോട് പറഞ്ഞു. അപ്പം എന്താണ് വിശ്വാസം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഇതാണ്. ബൈബിളിൽ നിന്നല്ലാതെ ഉത്തരം പറയാൻ പറ്റുമോ? ബൈബിളിൽ നിന്നല്ലാതെ നമുക്ക് ഉത്തരം പറയാൻ പറ്റിയല്ല, പറയണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പണ്ട് ഇവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായിട്ടുള്ള ഉറപ്പാണ്, ആഴമായിട്ടുള്ളൊരു കോൺഫിഡൻ്റ് ആണ്, ആഴമായി അതിനെ തന്നെ ആശ്രയിക്കുന്നതാണ് വിശ്വാസമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അത് ഞാൻ അന്ന് തിരുത്തി അവളോട് വേറൊരു കാര്യം പറഞ്ഞു, എൻ്റെ മേൽ വന്നതല്ല, നിന്റെ മേൽ വന്നു. നമ്മൾ ബൈബിളിൽ നിന്ന് പറയുകയാണെങ്കിൽ അത് മറ്റൊരാളുടെ മേൽ വന്ന രീതിയിലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? അബ്രഹാമിന്റെ കൂടെ ദൈവം ഇറങ്ങി നിന്നതാണ്, ഇസ്ഹാക്കിന്റെ കൂടെ ഇറങ്ങി നിന്നതാണ്. ഞാൻ അതേ ഒന്ന് പ്രസന്റ് തലത്തിൽ കൊണ്ടുവന്ന് ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം എന്ന് നീ കൂടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എത്രത്തോളം നീ അറിയാൻ ശ്രമിക്കുന്നുവോ, എത്രത്തോളം അതിനകത്ത് ഉറപ്പുണ്ടാകുന്നുവോ, എത്രത്തോളം നീ ശക്തിപ്പെടുന്നുവോ, അവിടെ നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഓട്ടോമാറ്റിക്കായി പുറത്തു വരും.
ഹല്ലേലൂയ. അതിനായിട്ട് നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഒന്ന് ഈ വചനത്തിനകത്തേക്ക് ഒന്ന് പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവിനെ അന്വേഷിച്ച ജനമാണ് ഈ പുസ്തകത്തിനകത്ത് വരുന്നത്. തൊട്ടടുത്തുള്ള രാജാക്കന്മാര് ഭരണം നടത്തുന്ന കണ്ടിട്ട് ഞങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് അവരാഗ്രഹിച്ചു. ന്യായാധിപന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും ജനത്തെ ദൈവം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് ഒരു രാജാവായ ഒരാൾ വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കൊടുത്ത ഒരാളാണ് ആരാണ്? ശൗൽ. ആദ്യം കൊള്ളായിരുന്നു, പക്ഷെ പിന്നീട് വന്നപ്പോ എൻ്റെ കൂടെ ഇല്ലേ ദോശ എല്ലാരും നോക്കിയിരുന്ന് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇരുന്ന് ഞാനൊന്ന്. അപ്പം അവര് ചോദിച്ച് മേടിച്ചതാണ് ആ രാജാവിനെ. അപ്പൊ ചോദിച്ച ദൈവം. അപ്പം സങ്കീർത്തനത്തിൽ ഒരു നല്ല വാക്യം കിടപ്പുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതമാണ്. ദൈവഹിതത്താലുള്ളത് എന്നിൽ വരട്ടെ. ആമേൻ. അപ്പം ഇതിനകത്ത് രണ്ട് ആശയങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ ചോദിച്ചാൽ എന്നാ പറഞ്ഞാലും ദൈവം തരും. നിർബന്ധം പിടിച്ചാൽ അത് ദൈവം നമുക്ക് തരും. പക്ഷെ അത് നമുക്ക് പ്രശ്നമാകാതിരിക്കാൻ മുൻകൂർ ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു കരുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. ഹല്ലേലൂയ. അപ്പം നമ്മളെ വിചാരം, നമ്മുടെ ചിന്ത നമ്മളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന എവിടേക്കോ പരാതികളും അങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോവുകയാണ്. നമ്മൾ പലതും ചോദിക്കുന്നില്ല. ദൈവ പ്രോമിസുകൾ വചനത്തിനകത്ത് ചോദിക്കേണ്ട പ്രോമിസുകൾ കിടപ്പുണ്ട്. നിങ്ങൾ ദേശങ്ങളെ ചോദിക്കുക, ജാതികളെ ചോദിക്കുക, ഞാൻ അവകാശമായി തരും. അങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞു, നീ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിനകത്തൂടെ തന്നെ തന്നിരിക്കുന്ന ഭാവികാല പ്രോമിസുകളുണ്ട്. അത് ഈ പട്ടണത്തിനകത്തൂടെയൊക്കെ തുറന്നു വരേണ്ടതാണ്. ആമേൻ. നിങ്ങൾ കാണുന്ന കുടുംബത്തിനകത്തൂടെയൊക്കെ തുറന്നു വരേണ്ടതാണ്. നിങ്ങൾ എപ്പോഴും കണ്ട് ചിരിക്കുന്നവരിലൂടെയൊക്കെ തുറന്നു വരേണ്ടതാണ്. ആമേൻ. അതുകൊണ്ട് ബൈബിളിന്റെ വാഗ്ദത്തങ്ങളെ എടുത്തു വെച്ച് ഒരുവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് അവനിൽ നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ആ ഒരു രാജാവിനെ അവർ ചോദിച്ചു. രാജാവ് അവർക്ക് ദൈവം കൊടുത്തു. പക്ഷെ വിശ്വസ്തനല്ലാത്തത് കൊണ്ട് അവന്റെ രാജ്യത്തെ നീക്കിക്കളയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിന്റെ അവസാനത്തെ പദമാണ് ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വന്നത്. പക്ഷെ ഇങ്ങനെ പരന്നങ്ങ് പോവുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ആശയം അവസാനം എങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അവിടെ ഒരു കോൺഫിഡന്റ് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തിയ പദം രത്നചുരുക്കമായിട്ട് ചെറിയൊരു വാക്കുകളിൽ പറയാം. മനുഷ്യൻ പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ദൈവവും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരും പരാജയപ്പെടുന്നില്ലെന്ന് ഈ പുസ്തകം എടുത്ത് കാണിക്കുക. മനസ്സിലായോ? ദൈവം കൊടുത്ത ഒരു രാജാവ്, അവർ ചോദിച്ചതാണെങ്കിൽ ദൈവം കൊടുത്തല്ലേ. പുള്ളിയുടെ അവസാനത്തെ ശുശ്രൂഷ, ആ രാജ്യവും അദ്ദേഹവും വളരെ പരാജയപ്പെട്ട നിലവാരത്തിൽ നിൽക്കുക. ഞാൻ അവിടെ നിന്നാണ് ഈ പോയിന്റ് എടുത്ത് സംസാരിക്കുന്ന ഒരു ദൂതായിട്ട്. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യൻ പരാജയപ്പെട്ടാലും സാഹചര്യങ്ങൾ പരാജയപ്പെട്ടെന്ന് തോന്നിയാലും ദൈവത്തിന്റെ പ്രവൃത്തി വാഗ്ദത്തങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ദൈവവും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരും പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ആ വിഷയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഉപേക്ഷിക്കപ്പെട്ടവരെ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം തെരഞ്ഞു പിടിച്ചോണ്ട് വരും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഈ പട്ടണത്തെ നോക്കി ദൈവത്താൽ തെരഞ്ഞത് ചില കുടുംബങ്ങൾക്കകത്ത് അനാഥരെ പോലെ കടപ്പുണ്ട്. അവരുടെ രംഗപ്രവേശനം അധിക താമസമില്ല, അത് വേഗത്തിൽ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടൊരു വാക്കാണ്. ഹല്ലേലൂയ. ദാവീദിനോടുള്ള ബന്ധത്തിലാണ് ഈ സന്ദേശം തുറന്നു വരുന്നത്.
ഹല്ലേലൂയ. ദൈവം കണ്ടിരിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ പറയാമോ, വായിക്കാമോ? അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. അവിടെ 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 ഒരു ഒരു ആത്മഭാരമുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കാണാം, അല്ലെ? ആരെ കാണാം? ഞാനതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് എന്നില് ഒരു ശുശ്രൂഷകൻ അതിനെ മൈൻഡ് ചെയ്യാതെ പോയാൽ നമ്മോടുള്ള ഒരു ദൂത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒന്ന് തൊടുകയാണ്. നീ എത്രത്തോളം അവനെ ഓർത്ത് ദുഃഖിക്കും? ആരെ കുറിച്ചാണ്? ഇസ്രായേലിന്റെ ആ കാലഘട്ടത്തിലെ രാജാവായ ശൗലിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവനായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ ദുരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ദുരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ രാജ്യം പരാജയത്തിന്റെ വക്കിലേക്ക് പോകുമ്പോൾ ദൈവശബ്ദമുള്ളവൻ ആ മനുഷ്യനെ, ആ രാജാവിനെ നോക്കി ദുഃഖിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ഭാഗം സ്കിപ്പായി പോയി, ഞാൻ അതുകൂടെ പറഞ്ഞാലേ ഒന്ന് ഇത് കണക്ട് ആക്കിത്തുള്ളൂ. ആമേൻ. ഈ ഇശിയായുടെ വീട്ടില് ദാവീദിന്റെ ചേട്ടന്മാരെല്ലാം പട്ടാളക്കാരാ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തൊരു ചിന്ത നൽകി. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ എങ്കിലും പട്ടാളക്കാരായി വേണം. എല്ലാ കുടുംബത്തിൽ നിന്നാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അവര് രാജ്യത്തിന്റെ പട്ടാളക്കാരായി തീരാൻ വേണ്ടിയുള്ള ഒരാഗ്രഹം എല്ലാവരുടെ മേളിൽ വേണം. നിങ്ങൾ നോക്കി, ഒരു രാജ്യം അവരുടെ മുമ്പിൽ തുറന്നു വരുന്ന, ഒരു രാജാവ് തുറന്നു വരുന്ന കാലഘട്ടത്തിൽ ആ ദേശങ്ങളിലെ മിക്ക യൗവനക്കാരും പട്ടാളക്കാരാ. ഹല്ലേലൂയ. ഇസ്രായേലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് ആ ഇസ്രായേലിനെ കുറിച്ച് പറയാനല്ല, പുതിയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറയാനാണ്. അതിൽ പുതിയ നിയമ ഇസ്രായേല് ആമേൻ രാജ്യഭരണം നടത്തേണ്ട ആൾക്കാർ മാത്രമേ അതിനകത്തുള്ളൂ. ആമേൻ. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായി എന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിച്ച്, വിളിക്കപ്പെട്ടവരെല്ലാം രാജകീയ പുരോഹിത ആണോ? ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യേശു കർത്താവിനോടൊപ്പം ഈ ഭൂമിയിൽ ഭരണം നടത്തേണ്ടവരാണ് നിങ്ങൾ. ആമേൻ പറഞ്ഞില്ലായിരുന്നു? ആദമിനോട് കർത്താവ് ദൈവം പറഞ്ഞത് നീ ഭൂമിയെ വാഴുമെന്നാണ്. ഭൂമിയെ വാഴുമെന്നാണ്. അത് പിടിച്ചു പറിച്ചതാണ് ആര്? സാത്താൻ. എന്നിട്ട് അവൻ ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സാത്താൻ മനുഷ്യനിലൂടെ ഈ ദേശം, ഈ പട്ടണം ഭരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശു കർത്താവ് തിരികെ തന്റെ ക്രൂശ് മരണത്തിലൂടെ ആദാമ്യ പാപം മുതൽ സംഭവിക്കപ്പെട്ട പരാജയം എടുത്തു മാറ്റി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ വാഴ്ചയുടെ അധികാര കൈമാറ്റം നടന്നിട്ടുണ്ട്. അതിന്ന് വിശ്വസിക്കുന്ന ഒരുവന്റെ മേൽ, ആത്മാവിനെ സ്വീകരിച്ച ഒരുവന്റെ മേൽ രാജ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രവേശിക്കപ്പെട്ട ഒരുവന്റെ മേൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം പത്മയാനി, ചിലത് വിശ്വാസത്താൽ നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബങ്ങളെ നോക്കി പറഞ്ഞാൽ അത് സംഭവിക്കും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ പറയുന്നതെല്ലാം സംഭവിക്കുന്നു. ഞാൻ അതിനു മുമ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ, ഞാൻ വെറുതെ പറയുന്ന ചില കാര്യങ്ങളും നടന്നു. ഞാൻ ഇന്നലെ ട്രെയിനിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഡയറി എടുത്ത് വെച്ച് എഴുതിയിട്ട് ചിരിക്കുമായിരുന്നു. കാരണം ഞാൻ കേൾക്കുന്ന അടുത്തടുത്തടുത്തടുത്ത് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച വെറുതെ പറഞ്ഞ ഞാൻ കോയമ്പത്തൂർ വരെ പോകണമെന്ന്.
നിങ്ങൾ ആരും അത് അറിയണമെന്ന് ഞാൻ വിചാരിച്ചല്ലോ, പക്ഷെ നിങ്ങൾ വരെ അതറിഞ്ഞു. ആമേൻ. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് വെറുതെ പോകണമെന്നല്ല, അവിടം വരെ പോകണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. വഴി ദൈവം തുറന്നു. ആമേൻ. അപ്പം നമ്മുടെ ഉള്ളില് ദൈവം ഇട്ടിരിക്കുന്ന ആത്മാവ് നമ്മുടെ ഭാവിക്കകത്ത് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻറ്റും വാക്കുമൊക്കെ തരും. അതുകൊണ്ട് ഒന്ന് ദൈവസന്നിധി ശക്തിയോടെ പ്രാർത്ഥിച്ചിട്ട് ചിലത് വിശ്വാസത്തെ പറയണം. എന്തുകൊണ്ട് പറയണം? കാരണം ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. വചനത്തിൽ പറയുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലെത്തിയിരിക്കുന്നു. ഭൂതങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ. ആമേൻ, ആമേൻ. ഇനി അതും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഭൂതങ്ങളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വന്നെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ആത്മാവിന്റെ ശക്തി ശരീരത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ നാവ് അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആത്മാവിലും സത്യത്തിലും പിതാക്കന്മാർ ആഗ്രഹിച്ച ആ ആരാധന ശൈലിയുടെ ഭാഗമായെങ്കിൽ, യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് ഇവിടെ ഒരു വാഴ്ചയുണ്ട്. ആമേൻ. യേശു കർത്താവിനോട് ഒപ്പമായ 1000 ആണ്ട് വാഴ്ചയ്ക്കപ്പുറം, ഹല്ലേലൂയ, ഒരു ഭരണം നടത്താൻ ദൈവം പ്ലാനിട്ടവർ ഇന്നേ ആ രാജ്യഭരണത്തിന്റെ ആ വാക്താക്കളാണ്. നീ പറഞ്ഞാൽ ചിലത് സംഭവിക്കും. സഭ ചിലത് പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം അറിയണം, ഈ ബിൽഡിങ്ങിലല്ല ആരാധന നടക്കുന്നത്, നിങ്ങളാണ് ആരാധിക്കേണ്ടത്. നമ്മളാണ് ആരാധന, നമ്മളാണ് ആരാധനയായി മാറേണ്ടത്, നമ്മളാണ് ആരാധിക്കേണ്ടത്. കാരണം നമ്മളാണ് ദൈവത്തിന്റെ ശരീരമായ സഭ. ഹല്ലേലൂയ. അവന്റെ ശരീരത്തെ, ഹല്ലേലൂയ, വെടിഞ്ഞ് ആ ശരീരത്തെ കഷ്ടപ്പെടുത്തി നേടിയെടുത്തതാണ് ഈ ശരീരമായ സഭ. അതുകൊണ്ട് അവന്റെ ശരീരമായ സഭ ഇന്ന് ഭൂമിയിൽ ഫിസിക്കൽ റിവീലാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുക്രിസ്തുവിന്റെ ശരീരം, ഹല്ലേലൂയ, ഇന്ന് എങ്ങനെയാണ് ഭൂമിയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ബൈബിൾ വെളിപ്പെടുത്തുന്ന മർമ്മം, വെളിപ്പെടുത്തൽ, മിസ്റ്ററി ഇതാണ്. അവന്റെ ശരീരമായ സഭയാണത്. ഫിസിക്കൽ ബോഡി റിവീലായി നിൽക്കും. ഒന്ന് പറഞ്ഞേ, മുണ്ടക്കയത്ത് യഥാർത്ഥമായി യേശുക്രിസ്തുവിന്റെ ഫിസിക്കൽ ബോഡി റിവീലാകട്ടെ. പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. കാലിലും പാണികളിലൂടെ തുളയ്ക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശരീരം കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവന്റെ ശരീരം ഇന്ന് സഭയാണ്. ഹല്ലേലൂയ. അതിന്റെ എല്ലാ യോജിപ്പോടും, എല്ലാ ക്വാളിറ്റിയോടും, എല്ലാ ശ്രേഷ്ഠതയോടും, എല്ലാ മഹിമയോടും, എല്ലാ അധികാരങ്ങളോടും ഈ മുണ്ടക്കയത്ത് റിവീലായാൽ, ആമേൻ, ഈ പട്ടണം കീഴ്മേ മറിയും. അങ്ങ് യെരൂശലേമിൽ കേട്ട ആരവാരം, അങ്ങ് യെരൂശലേമിൽ പറന്നിറങ്ങിയ അതേ കൊടുങ്കാറ്റ്, അങ്ങ് അന്ത്യോക്യയിൽ കേട്ട അതേ ആത്മപകർച്ച ഈ പട്ടണത്തിൽ സംഭവിച്ചിരിക്കും. കാരണം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാനായിട്ട് തയ്യാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ എത്രയൊക്കെ പ്രയാസമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ മേൽ ആത്മാവിന് വന്നിട്ടുണ്ട്. സ്പീക്കപ്പ്. അതല്ലേ, ഇന്ന് മുതൽ അതിനോട് പ്രതികരിക്കാനുള്ള മനോഭാവം കാണിക്കട്ടെ, സംസാരിക്കാനുള്ള മനോഭാവം കാണിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി, നെഗറ്റീവ് ആയിരിക്കാം പലതും അവർ ചെയ്യുന്നത്, പക്ഷെ വിശ്വാസത്തോടെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് വചനം, ദൈവരാജ്യം പ്രതി അവരോട് സംസാരിക്കുക. നിങ്ങളുടെ വയലുകൾ, നിങ്ങളുടെ ബിസിനസ് ഫീൽഡുകൾ, നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ ജോലി മേഖലകൾ, നിങ്ങളുടെ സ്ഥലങ്ങൾ, നിങ്ങളുടെ മണ്ണ്, ഇതിനോടെല്ലാം നിങ്ങൾക്ക് സംസാരിക്കണം ദൈവരാജ്യം പ്രതി. അവിടെ നിന്നൊക്കെ ചിലത് മുളയ്ക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് വിശ്വാസത്താൽ ഒരു പൊട്ടനെ പോലെ, ഹല്ലേലൂയ, വചനം പറയുന്നു, ഹല്ലേലൂയ, ആത്മാവിൽ ഒരുവൻ മുഴുകി നടന്നാൽ അവനെ പ്രാന്തൻ എന്ന് വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം ഈ ലോകത്തിലെ പരിജ്ഞാനം കൊണ്ടല്ല, ഹല്ലേലൂയ, അവർ ജീവിക്കുന്നത്. ഒരു ഗൈഡൻസ് മേലിൽ നിന്ന് വരുന്നുണ്ട്.
ഹല്ലേലൂയ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ അവരുടെ തലയ്ക്ക് മീതെ അല്ലെങ്കിൽ ആകാശത്തിലൂടെ ഒരു 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 മേഘം ഇങ്ങനെ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ നമ്മുടെ കൂടെ ഒരു മേഘമുണ്ട്, ഗ്ലോറി ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഗ്ലോറി പരിശുദ്ധാത്മാവാണ്. ഞാൻ ആത്മാവിൽ ഗൈഡൻസിൽ ചിലത് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ നാവിൻ്റെ മേൽ തരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ ആത്മാവിൽ ഇങ്ങനെ ജാഗരിച്ചുകൊണ്ടിരുന്നപ്പോൾ, പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞത്, എൻ്റെ ശരീരത്തിനകത്ത് ദൈവശക്തിയും നാവിനകത്ത് ദൈവശക്തിയും നൽകണമെന്നാണ്. ഹല്ലേലൂയ. ഞാനിത് ഇവിടെ പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇന്ന് പറയുന്നു, പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ചിലത് പട്ടണങ്ങളോട് സംസാരിക്കാൻ, ആരും കേൾക്കണ്ടെന്ന്, സംസാരിക്കാനുള്ളത് നിങ്ങളുടെ കാതുകളിൽ കിട്ടിയിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ചിലത് രൂപപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ രൂപപ്പെട്ടു വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വഴിയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഉണ്ടല്ലോ ഒരു രാജാവിന് ഒന്നും ചെയ്യാനില്ല. ഹല്ലേലൂയ. അപ്പുറം നിന്നൊരുവൻ ശക്തിയോടെ വെല്ലുവിളിക്കുമ്പോഴും ഒന്നും ചെയ്യാനില്ല. ചെയ്യാൻ അറിയാൻ വയ്യാത്തവനെ പോലെ ആ വില്ലാളി വീരൻ അവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ശമൂവേലിന് ദൈവശബ്ദമുണ്ട്. ഹല്ലേലൂയ. ശമൂവേലിന് ദൈവശബ്ദമുണ്ട്. ശമൂവേല് ബേത്ലഹേമിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഈ 16-ാം അധ്യായം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. ശമൂവേല് ദൈവത്തോട് പറയുന്നത്, നീ പറഞ്ഞത് എനിക്ക് അവിടെ പോയി പറയാനുള്ള ഭയം എൻ്റെ അകത്തുണ്ട്. കാരണം ഇപ്പോഴും സ്റ്റിൽ ഹല്ലേലൂയ ഇസ്രായേലിന്റെ കിങ്, ഇസ്രായേലിന്റെ രാജാവ് ശൗലാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ പോയി ഇത് പറയാൻ പറ്റത്തില്ല. താഴോട്ട് വരാൻ നേരത്ത് ശമൂവേൽ ഈ ദൂതുമായിട്ട് വരുമ്പോൾ ജനം വിറയലോടെ അവനെ കൈക്കൊണ്ടുന്ന, എന്താ വിറയലോടെ അവനെ കൈക്കൊണ്ടു. താഴോട്ട് അതിന്റെ 4-ാം വാക്യത്തിലേക്കൊക്കെ അല്ലേ, അവനെ പട്ടണത്തിൽ മൂപ്പന്മാർ അവന്റെ വരവിങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. എന്തുകൊണ്ടാണ്? ശമൂവേലിനെ കണ്ടാൽ വിറയ്ക്കുന്ന ഒരു രീതിയിലൊന്നും അല്ല വരുന്നത്. പക്ഷേ ഹല്ലേലൂയ, ആരാണ് ഈ മനുഷ്യൻ? ഇവൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ഇവന്റെ മേൽ എന്തുണ്ട്? ദൈവത്തിൽ നിന്നുള്ള ശബ്ദമുണ്ട്. സാഹചര്യം മോശമാണ്. കാരണം രാജാവിന്റെ ഭരണം മോശമാണെന്നും രാജാവ് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു തുടങ്ങിയെന്നും ദേശത്തിലെ ജനം മുതൽ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ദോഷമായി ചിലത് ദേശത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇവരുടെ ഹൃദയം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായി ഹല്ലേലൂയ ഈ ശമൂവേൽ എന്ന പ്രവാചകന്റെ വരവ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ വരവ് അങ്ങയുടെ വരവ് ശുഭമാണോ? ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, 2 ദൈവശബ്ദം. 1 ഒരുവനെ നീക്കിയിരിക്കുന്നു, 2 ഒരുവനെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഇതിനകത്ത് വ്യക്തതയുള്ള ദൂത് എന്തുവാ? നിങ്ങൾ നോക്ക്. വ്യക്തതയില്ലാഞ്ഞിട്ട് അപ്പന്റെ പേരിൽ അറിയപ്പെടുന്ന 7 മക്കളെ വിളിച്ച് ഓരോന്നിന്റെ തലയിൽ എണ്ണ ഒഴിക്കാനായിട്ട്. അപ്പൊ അത് വ്യക്തതയാണോ? അല്ല. ആ കുടുംബത്തിനകത്ത് ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. പക്ഷെ വ്യക്തതയുള്ളൊരു ദൂത് എന്തുവാണ്? ഞാൻ ശൗലിനെ നീക്കിയിരിക്കുന്നു. ഇവിടെ ഇവർ ചോദിക്കുമ്പോൾ നീ ശുഭമായി വല്ലതും പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പറയേണ്ടത് ഏതായിരിക്കും? ഞാൻ നീക്കിയിരിക്കുന്നു. ശുഭമാണെന്ന് പറയാൻ പറ്റും. ആക്ച്വലി ആ ദേശം സംബന്ധിച്ച് അത് ശുഭമാണ് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മൈൻഡ് ഓഫ് പ്രവാചകന്റെ മനസ്സിൽ നിന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ചിലത് നമ്മൾ കേട്ടാലും ശുഭമുള്ളതൊന്നും അല്ലെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് ശുഭമുള്ളതായിത്തീരണം. അങ്ങനെ ആയിരിക്കണം ഒരു അഭിഷിദ്ധൻ, അങ്ങനെ ആയിരിക്കണം ഒരു ദൈവമക്കൾ, അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രവചനം കേട്ടിട്ട് ഒരു കുടുംബം നശിപ്പിച്ച് കളയാൻ വേണം. അങ്ങനെയൊക്കെ നശിപ്പിച്ചവരുണ്ട്. ഒരു പ്രവചനം ചർച്ചിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് ഇതിന്റെ പരിജ്ഞാനത്തോടെ പറയാൻ അറിയാത്തില്ലാത്തത് കൊണ്ടാണ്. ഭാഗമായി എവിടെ നിന്നോ അതിനെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരേണ്ടെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഈ മനുഷ്യന് ആദ്യം കേട്ട ശബ്ദത്തിനൊത്തവണ്ണം ഇന്ന് കേൾക്കുന്ന ശബ്ദം എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയാം. അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം, ഞാൻ എങ്ങനെ ശൗലിനോട് പോയി ഈ കാര്യം പറയും? ദൈവം പറയണം, അവനോട് ഇപ്പൊ തൽക്കാലം പറയണ്ട, പറയേണ്ടവനെ നിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, സമയം മുന്നോട്ട് പോവുകയാണ്. ആമേൻ. നീ
തൈലക്കൊമ്പ് നിറച്ചോണം. നീ ഇപ്പൊ ദുഃഖിച്ച് ശൗലിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട സമയമല്ല, അടുത്ത അഭിഷേകത്തിന്റെ സമയമായിട്ടുണ്ട്. ഓ രാമൻ പറയുന്നവർക്കായി ശ്വാസം. നിനക്ക് ഈ വിഷയത്തിനകത്ത് വ്യക്തതയില്ലെങ്കിലും നിന്റെ തൈലക്കൊമ്പ് എപ്പോഴും നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. കാരണം ഒരഭിഷേകം ഒരുവന്റെ തലയ്ക്ക് മീതെ ഒഴിക്കേണ്ട സമയമായിരിക്കുന്നു. എന്തിന് നിങ്ങൾ ഇത് കേൾക്കുന്നു? ഹല്ലേലൂയ. ഈ പ്രായത്തിലും ഹല്ലേലൂയ ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവായിട്ടുള്ള അഭിഷേകം വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ തലയ്ക്ക് മീതെ. ഹല്ലേലൂയ. അതിനെ വ്യക്തതയോടെ കാണാൻ, മനസ്സിലാക്കാൻ, സംസാരിക്കാൻ ഹല്ലേലൂയ നമ്മൾ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങളുടെ മേൽ വീണിരിക്കും. ഹല്ലേലൂയ. ഈ പട്ടണത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച് ഒരാത്മഭാരം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇതിനുള്ളൊരു ചാൻസ് 100%. ഉറപ്പായിട്ടും. ചിലരൊക്കെ ഉണ്ട് അവരെക്കുറിച്ച് ഒരു ഉത്തരവാദിത്തം ഇല്ല, കുടുംബത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്തം ഇല്ല, പിന്നെ അങ്ങനെ ദേശത്തെക്കുറിച്ചാണ്. ശ്രദ്ധിക്കേ, ഞാൻ ഈ വിഷയമൊക്കെ തൊടുന്നില്ല. ഭയങ്കര ആത്മഭാരമാണ് ശൗലിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിന്റെ പിന്നിലെ കാരണം. ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരമാണ്. ഈ ദേശം എങ്ങോട്ടായിത്തീരും, ശൗൽ എങ്ങനെ ആയിത്തീരും എന്നതിനെ കുറിച്ച് ഈ ദേശം എങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ് ശമൂവേലിന്റെ അകത്തെ ചിന്ത. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ ഇത് ദുഃഖിക്കേണ്ട സമയമല്ല, അഭിഷേകം എടുക്കേണ്ട സമയമാണ്. എല്ലാം മാറ്റി വെച്ചിട്ട് ഈ രണ്ട് പദം ഒന്ന് ചേർത്ത് വെക്കുക. ഇത് ദുഃഖിക്കേണ്ട സമയമല്ല, അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ട സമയമാണ്. എന്തിനാണ് അഭിഷേകം? നുകങ്ങളെ പൊട്ടിക്കാനുള്ളതാണ് അഭിഷേകം. നുകങ്ങളെ പൊട്ടിക്കാൻ. ഹല്ലേലൂയ. മനുഷ്യ മനസ്സുകൾക്കകത്ത്, മനുഷ്യ ശരീരങ്ങൾക്കകത്ത്, മനുഷ്യന്റെ സമ്പത്തിനകത്ത്, മനുഷ്യന്റെ കുടുംബത്തിനകത്ത്, ബന്ധങ്ങൾക്കകത്ത് സാത്താൻ കെട്ടിയ സകല കെട്ടുകളെ അഴിക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിത് ഓർഡറിലാക്കി വെച്ചിട്ട് പെട്ടെന്ന് നിർത്തും. ഇവിടെ ശമൂവേൽ പറയുന്ന ഒരു വാക്ക്, ഇശിയായുടെ കുടുംബത്തെ കുറിച്ച് ദൈവം പറയുന്നൊരു വാക്ക്, ഞാൻ നിന്നെ ബേത്ലഹേമിൽ ഇശിയായുടെ അടുക്കൽ അയക്കും. എന്നൊക്കെ വേണ്ടി പ്രാർത്ഥന. എന്റെ കണ്ണെല്ലാം കൂടെ മങ്ങുന്നു. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോ എന്റെ കണ്ണൊന്ന് തെളിഞ്ഞു വരണം. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശിയായുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു, മുൻകണ്ടിരിക്കുന്നു. ഇന്നത്തെ ദൂതാണ്. ദൈവം മുൻകണ്ട ഒരുവൻ ഇശിയായുടെ കുടുംബത്തിലുണ്ടെന്ന് ദൈവം ആരാ? ശമൂവേലിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ഇശിയായിക്ക് അറിയത്തില്ല, ശമൂവേലിന് അറിയത്തില്ല. ഹല്ലേലൂയ. ദേശത്തിലെ രാജാവായ ശൗലിനും അറിയത്തില്ല, പക്ഷെ ദൈവം കണ്ടിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ ദാവീദിനും അറിയത്തില്ല. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയും, നീ അറിയാത്ത, നിന്റെ മാതാപിതാക്കൾക്ക് അറിയാത്ത, നിന്റെ പട്ടണത്തിൽ അറിയാത്ത, നിന്റെ ദേശത്തിലെ പ്രവാചകന്മാർക്ക് അറിയാത്ത ഒരു വിളിയും കരുതലും നിങ്ങളുടെ തലയ്ക്ക് മീതെ ദൈവം ഇട്ടിട്ടുണ്ട്. ഒരു നല്ല ആമേൻ പറഞ്ഞിരിക്കണതിന്. ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും രാജ്യഭരണം നടത്താൻ ആൾക്കാർ പോകണം എന്നൊരു സാഹചര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇശിയായുടെ കുടുംബത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഇശിയായിക്ക് അങ്ങനെ ഒരു പ്ലാൻ പണ്ടേ ഉണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ നിന്ന് കുറച്ചെങ്കിലും ആൾക്കാർ എവിടെ വരണം? ഇസ്രായേലിന്റെ രാജഭരണത്തിനകത്ത് വേണം. ഹല്ലേലൂയ. അതിനുവേണ്ടി തന്നെ നല്ല പൊക്കം വണ്ണമുള്ള ആൾക്കാരെ മൊത്തവും എങ്ങനെ കയറി ഇസ്രായേലിന്റെ രാജാവിന്റെ ഭരണകർത്താക്കളായി, സോൾജിയേഴ്സായി വളരെ ചെറുപ്പത്തിൽ തന്നെ അയച്ചു. പക്ഷെ വളർച്ച കൊണ്ടാണോ നോട്ടത്തിലുള്ള പ്രയാസമാണോ എന്നറിയത്തില്ല, ഒരു സാധാരണ ഇടയച്ചെറുക്കൻ എന്ന കുപ്പായം ശൗലിന്റെ മേലിട്ട് കൊടുത്തു.
വനാന്തരങ്ങളിൽ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വീട് പുലർത്താൻ വേണ്ടി, വീട്ടിലെ കന്നുകാലിയെ നോക്കാൻ വേണ്ടി അയച്ചു. ഹല്ലേലൂയ. അവിടെയാണ് ഇസ്രായേലിൽ ഹല്ലേലൂയ ആയിരുന്ന സോൾജിയറുടെ മനസ്സുള്ള ദാവീദിന്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി. ആമേൻ. ഞാൻ പ്രസംഗ വിഷയത്തിൽ നിന്ന് കയറി വന്നൊരു പദമായതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറയണം. ആമേൻ. കൈയുടെ ജോയിന്റുകൾക്ക് ഒക്കെ വേദന കണ്ടെന്ന് വരാം, പക്ഷെ നിങ്ങളുടെ മനസ്സൊരു സോൾജിയറുടെ മനസ്സായിരിക്കണം. ഹല്ലേലൂയ. കാരണം എന്തുവാ? ആമേൻ. അരകെട്ടി മുറുക്കിയ ആയുധധാരികളാണ് നമ്മൾ. ആണോ? ആമേൻ. ഇടയ്ക്ക് വാളൊക്കെ ഒന്ന് തുരുമ്പിച്ചെങ്കിൽ എടുത്തൊന്ന് വെട്ടണം. വചനം എന്ന വാളാണ്. ആമേൻ. ഈ വാൾ ആത്മാവിന്റെ വാളായിട്ട് തീരണമെങ്കിൽ ആത്മശക്തിയാൽ വായിച്ച വചനങ്ങൾ ആത്മശക്തിയോടെ പറഞ്ഞാൽ മതി. പത്മേൻ ഈ ആഴ്ച ചില വചനങ്ങൾ പറയണം കേട്ടോ. എവിടെ പറയണം? തയ്ക്കുന്നുണ്ടോ ഇപ്പൊ? ഇല്ലേ? അതെന്താ പറ്റി? സ്വന്തം തുണിയാണെങ്കിലും തയ്ച്ചോ കേട്ടോ. ആരോഗ്യം ഇല്ലേലും തയ്ച്ചോണം. ആമേൻ. ആമേൻ. എന്നിട്ട് കൈക്കൊക്കെ കാലിനൊക്കെ ആരോഗ്യം വെക്കട്ടെ. അപ്പം ഇനി സമയമില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് രാവിലെ 5-6 വചനം അങ്ങ് പറഞ്ഞോണം. അല്ലേ? പറയണം. ആത്മാവിൽ പറയണം. ആദ്യത്തെ ദിവസം പറയുമ്പം ഒന്നും കണ്ടെന്ന് വരത്തില്ല, രണ്ടാമത്തെ ദിവസം പറയുമ്പോഴും ഒന്നും കണ്ടെന്ന് വരത്തില്ല. അല്ലേ? പ്രവാചക ശിഷ്യന്മാരൊക്കെ പോയി നോക്കിയിട്ട് പോലും ഒന്നും കണ്ടില്ല. ആമേൻ. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ അകത്ത് ധൈര്യത്തോടെ ഒരു 5-6 തവണ ഒന്ന് പറഞ്ഞു നോക്ക്. ആമേൻ. പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് നാവിന് ആദ്യം ഒരു ധൈര്യം വെളിപ്പെടും. അകത്തൊരു കോൺഫിഡൻറ്റും ഉണ്ടാകും. അകത്ത് ധൈര്യവും നാവിന് ഹല്ലേലൂയ അകത്ത് കോൺഫിഡൻസ്, നാവിനകത്തുള്ള ശക്തി വരുന്നുണ്ടെങ്കിൽ പ്രതീക്ഷയാണ് ഇതെങ്ങോട്ടോ പോയി കൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ 10 പ്രാവശ്യം പറയാൻ നേരത്ത് ഹല്ലേലൂയ സാഹചര്യങ്ങൾ തിരിയുന്നത് കാണാം. ആമേൻ. മഴയെ തിരിച്ച, കാർമേഘത്തെ തിരിച്ച പ്രവാചകന്മാരുണ്ടായിരുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് ഇന്നെന്തോ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയുണ്ട് കേട്ടോ. സൈലന്റ് ആയിരിക്കല്ല. ഇവിടെ ശമൂവേലിനോട് കർത്താവ് പറഞ്ഞ വാക്കിതാണ്, നീ ഇവിടെ മൗനമായിട്ട് അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല, നിന്റെ തൈലക്കൊമ്പെടുത്തു അഭിഷേകത്തിന്റെ സമയമാണത്. ആമേൻ. ഇത് ദുഃഖിക്കേണ്ട ആൾക്കാരില്ല എന്നർത്ഥമുണ്ടോ, വരുന്നില്ലെന്ന അർത്ഥമുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ ദുഃഖിക്കേണ്ട സമയമല്ല, അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ട സമയമാണ്. അല്ലേ? നീക്കം, ആളെ നീക്കുന്നത് പ്രധാന ഘടകമായ രാജസന്നിധിയിൽ നിന്നാണ്. അഭിഷേകം ചെയ്യുന്ന ആരും അറിയാതൊരു വീടിനകത്താണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നതാരും കണ്ടില്ലെന്ന് വരും, പക്ഷെ ഇത് ക്രമാതീതമായി പൊങ്ങി ആ രാജസന്നിധിയിൽ വന്നിരിക്കും. ആമേൻ. നിന്റെ അഭിഷേകത്തെ അല്ലേ ദാവീദിന്റെ മേൽ ദൈവം അഭിഷേകം ശമൂവേൽ വഴി ഒഴിച്ചു കഴിഞ്ഞ ശേഷം അത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കാട്ടിലാ കിട്ടിയേ. ആണോ? അല്ലേ? ഒരു സിംഹത്തിന്റെയും കരടിയെയും വലിച്ചു കീറാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം തൻ്റെ ഒരു ടെസ്റ്റിംഗ് ഡോസ്, തൻ്റെ മേൽ ശക്തി വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ആമേൻ. ഇന്ന് നിങ്ങളുടെ വീടിനകത്ത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് കാണാൻ പറ്റത്തില്ലാത്ത കരടിയും കാണാൻ പറ്റാത്ത സിംഹങ്ങളെയും വലിച്ചു കീറാൻ നിങ്ങൾക്ക് ഒരഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുകയാണ്. ഉറപ്പായിട്ടും നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് അഭിഷേകം, അതിനെ വലിച്ചു കീറാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിയോഗമുള്ള ദാവീദന്മാർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് വരും. ദാവീദിനുള്ള ബന്ധത്തിൽ ഇവിടെ ശമൂവേലിനോട് ദൈവം പറയാണ്, ഞാൻ അവനെ കുറിച്ച് കണ്ടിരുന്നു. 2 കാര്യമാണ്, സമയം പോയി, 2 കാര്യമാണ് അതിനകത്തുള്ളത്. 1 അഭിഷേകമാണ്, 2 രാജ്യമാണ്. ഇനി പുതിയ നിയമത്തിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. 1 അഭിഷേകമാണ്. ദാവീദിന് ദൈവം മുൻകരുതി വെച്ചിരുന്നത് എന്താണ്? അഭിഷേകവും. 2 ഇസ്രായേൽ എന്ന രാജ്യവും. നിന്റെ അപ്പനും അമ്മയും എന്താ കൊടുത്തേ? വീട്ടിലെ ആടുകളെ മേയ്ക്കാനുള്ള ജോലി, ആട്ടിടയൻ എന്ന പൊസിഷനാണ് കൊടുത്തത്.
പക്ഷെ അവിടെയാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച സ്ഥാനത്ത് ദൈവം എന്നെ ചേർത്തുകൊണ്ടു. ആമേൻ. പട്ടണമോ കുടുംബക്കാരോ ഒക്കെ നമ്മളെ അംഗീകരിച്ചില്ലെന്ന് വരാം, പക്ഷേ നിന്നെ ചേർത്ത ഒരു കർത്താവുണ്ട്. അവൻ മുൻ കണ്ട അഭിഷേകത്തിന്റെ പകർച്ച ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ രാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ അഭിഷേകം രാജ്യത്തിന്റെ വിചാരങ്ങളെ ചെയ്യാനുള്ള ഒരു ധൈര്യവും വെളിപ്പെട്ടാൽ മതി. ആമേൻ. ഞാൻ ആത്മാവിൽ പറയുകയാണ്. ഹല്ലേലൂയ. ഇത് രണ്ടും ദാവീദിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ശൗൽ രാജാവായിട്ടുണ്ടെന്നേ ഉള്ളൂ. യുദ്ധഭൂമിയിൽ ശൗലുണ്ട്, ദാവീദുണ്ട്. ആമേൻ. ദൈവത്തിന്റെ ജനത്തെയും രാജ്യത്തെയും വെല്ലുവിളിക്കുന്നവനെ നേരിടാൻ ഹല്ലേലൂയ ഒരാ ധൈര്യം ഹല്ലേലൂയ ഈ ദാവീദിന്റെ മേൽ വന്നത് ഈ അഭിഷേകത്തിന്റെ പകർച്ചയ്ക്കകത്തൂടെയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പ്രാപിച്ച അഭിഷേകം അവനാലാണ്. ആരാൽ? ക്രിസ്തുവിനാലാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ അഭിഷേകം കിട്ടിയത്? ദാവീദിന്റെ മേൽ ഒഴിക്കപ്പെട്ട ഒരു തൈലം പോലല്ല. ക്രൂശിൽ ഒരുവൻ യാഗമായി മരിച്ചത് കൊണ്ട് അവന്റെ വിശ്വാസത്താൽ നിങ്ങൾക്ക് പ്രവേശനവും അവനാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെയും ലഭിച്ചപ്പോൾ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നടന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിറവിനായിട്ട്, ഒരു വളർച്ചയ്ക്കായിട്ട്, ഒരു ബലപ്പെടലിനായിട്ടുള്ള സമയത്തെ നിങ്ങൾ സ്വയമായി കണ്ടെത്തിയാൽ, ആമേൻ. ദാവീദ് തൻ്റെ ശരീരത്തിൽ വന്ന ആ ദൈവീയ അഭിഷേകത്തെയും ദൈവശക്തിയെയും താനൊന്ന് ടേസ്റ്റ് ചെയ്തതുപോലെ, ആമേൻ. ആരാധനയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. പക്ഷേ ഡിഫറൻറ്റ് ഫീൽഡുകളുണ്ട് നിങ്ങൾക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഉപയോഗിച്ചിരിക്കുന്ന ശക്തിയെ ടേസ്റ്റ് ചെയ്യാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ്. പക്ഷേ ദൈവരാജ്യം എന്ന് പറയുന്നത് ശക്തിയുടെ പ്രദർശനമാണ്. സ്തോത്രം പറയണം. എന്ത് ശക്തിയുടെ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമാണ് രാജ്യം. ഇത് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിനകത്തുനിന്ന് ഈ പകർച്ച ഉണ്ടാകുന്നത്. ആമേൻ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അത് വെളിപ്പെടും. ആമേൻ. പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്നാണ് വന്നത്, ഇപ്പോൾ നിങ്ങളുടെ അകത്താണ് വസിക്കുന്നത്. ഇനി ആത്മാവിന്റെ വാസം നിങ്ങളുടെ അകത്തായത് കൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കാതെ ഇത് പുറത്തേക്ക് വരത്തില്ല. ഹല്ലേലൂയ. ദാവീദിന്റെ മേൽ അഭിഷേകം വന്നു, ഇനി ശമൂവേൽ വരത്തില്ല, അഭിഷേകത്തിന്റെ കൊമ്പുമില്ല. ഇനി വരേണ്ടത് മുഴുവൻ ദാവീദിന്റെ ഉള്ളിൽ നിന്നാണ്. ദാവീദ് എടുക്കുന്ന ഡിസിഷൻ, ദാവീദ് എടുക്കുന്ന ധൈര്യം, ദാവീദ് എന്നോട് വെക്കുന്ന സ്റ്റെപ്പ്, ഇതൊക്കെ ഹല്ലേലൂയ അവനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒറ്റ കാര്യം പറയുന്നു: നിങ്ങളും അഭിഷേകം ലഭിച്ചവരാണ്, അഭിഷേകം ഉള്ളവരാണ്. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിനെ ഉള്ളം കൊണ്ട് സ്വീകരിച്ചവരാണ്. ഹല്ലേലൂയ. ഒരു ഒഴുക്ക് നിങ്ങളുടെ മേൽ നടക്കണം, ഒരു ബലപ്പെടൽ നിങ്ങളുടെ മേൽ നടക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ നടക്കണം. നടന്നു കഴിഞ്ഞാൽ ചിലതിനെ വലിച്ചു കീറാനുള്ള ഒരു കരുത്ത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ അതിൻ്റെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചില കാട്ടുമൃഗങ്ങളെ കാട്ടുമൃഗങ്ങളെ തകർക്കാനുള്ളത്, ഹല്ലേലൂയ, ദൈവം കണ്ട ചില ആടുകളെ വിടുവിക്കാനുള്ളതായി തീരട്ടെ. വ്യക്തിപരമായി എത്ര പേര് പിടിക്കും? പത്മയാൻ്റെ പിടിച്ചോണം, അന്യമാരെ, സഹോദരന്മാരെ, ഹല്ലേലൂയ, യൗവനക്കാരെ പിടിച്ചോണം. ഹല്ലേലൂയ. ചിലരുടെ കൊമ്പല്ലിനകത്ത്, ചില കാട്ടുമൃഗങ്ങളുടെ കൊമ്പല്ലിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആടുകളെ വിടുവിക്കാനുള്ള അഭിഷേകം, ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ പകരപ്പെട്ടിട്ടുണ്ട്. രൂപൻ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അല്ല, വെറുതെ അല്ല ഇങ്ങനെ ഒരു അഭിഷേകത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. ചിലതിനെ വലിച്ചിറക്കാനുള്ള അഭിഷേകമാണ്. ചിലതിനെ ചിലടത്ത് നമ്മൾ ചിലത്
ചില സ്ഥലങ്ങളിൽ പോയി പറഞ്ഞാൽ മതി, ചിലയിടത്ത് പ്രസംഗിച്ചാൽ മതി. പക്ഷെ ചിലയിടത്ത് പ്രസംഗിക്കാനും ചിലയിടത്ത് സംസാരിക്കാനും അല്ല വാക്ക്, അല്ലേ? മോശ സംസാരിക്കുമായിരുന്നു, പ്രവർത്തിച്ച മൊത്തം ദൈവമായിരുന്നു. മോശയോട് പറഞ്ഞേ, നീ സംസാരിച്ചാൽ മതി. പക്ഷേ ദാവീദിനോട് വന്നത്, യു ഹാവ് ടു ഡു ദാറ്റ്. നിനക്ക് ചിലത് ചെയ്യാനുണ്ട്, നിനക്ക് ചിലതിനെ വലിച്ചു കീറാനുണ്ട്. ആമേൻ. അങ്ങനെ ഞാൻ കാണുന്നു, ഇന്ന് ആത്മാവിൽ കാണുകയാണ്. രൂപനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഞാൻ കാണുകയാണ്. ചിലതിനെ കെട്ടിവെച്ചേക്കുന്നകത്ത് വലിച്ചിറക്കാനുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ കുരുങ്ങി കിടക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ പാസ്റ്റർമാരുടെ മേലല്ല ഇതെല്ലാം കിടക്കുന്നത്. നിയോഗങ്ങളെ പ്രാപിച്ചാൽ നിനക്ക് ചിലതിനെ വലിച്ചിറക്കാനുണ്ട്. ഒന്ന് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു പകർച്ച നടക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ദൈവം ആ ബേഥലേഹേമിൽ ഇശ്ശായിയുടെ വീട്ടിനകത്ത് സഹോദരന്മാരെ കവിഞ്ഞൊരു അഭിഷേകവും രാജ്യവും ദാവീദിനു വേണ്ടി കണ്ടിരുന്നത് പോലെ ഈ പട്ടണത്തിൽ അങ്ങനെ കണ്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് പോലും, തൊടുന്നത് പോലും, ചിന്തിക്കുന്നത് പോലും, ചെയ്യുന്നത് പോലും ദൈവരാജ്യത്തിന് ഹല്ലേലൂയ ആത്മാക്കളെ കൊണ്ടുവരാനുള്ള ഹല്ലേലൂയ ഒരു ശുശ്രൂഷയായി മാറട്ടെ. ബദ്ധന്മാരെ വിടുവിപ്പാനുള്ള അഭിഷേകം ഹല്ലേലൂയ രാജ്യത്തിൻ്റെ പ്രദർശനത്തിന് വേണ്ടി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു കൂട്ടം ജനത, അത് രോഗികളുടെ കൂട്ടത്തിൽ നിന്ന്, മുടന്തരുടെ കൂട്ടത്തിൽ നിന്ന്, പക്ഷപാതികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെ വിമോചനത്തിലേക്ക് കൊണ്ടുവന്നത് അഭിഷേകമുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ അഭിഷേകമുള്ളൊരു തലമുറ പുറത്തു വരട്ടെ. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി ഈ പട്ടണത്തിനകത്ത് നടക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്തുനിന്നൊരു തെരഞ്ഞെടുപ്പ് സംഭവിക്കുകയാണ്. നിന്റെ മക്കൾക്കകത്ത് നിന്ന് ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യുകയാണ്. നിന്റെ വീടിനകത്ത് ചില ദൈവീയ രാജ്യത്തിൻ്റെ നിയോഗങ്ങൾ വീഴുകയാണ്. നിന്റെ പട്ടണത്തിനകത്ത് പ്രവാചകന്റെയും രാജാവിൻ്റെയും നിയോഗം ഒരുപോലെ വീഴുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനെ പിടിക്കാൻ എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ മേൽ നിവർത്തീകരിക്കപ്പെടുമാറാകട്ടെ. പരാജയപ്പെട്ടെന്നോർത്ത് പ്രവാചകൻ ഉൾപ്പെടെയുള്ളവർ, രാജാവ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും മൗനമായി ദുഃഖിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയും, ഇല്ല, ഞാൻ കണ്ട ചിലത് ഈ പട്ടണത്തിനകത്തുണ്ട്. ഞാൻ കണ്ട ചിലത് ചില കുടുംബങ്ങൾക്കകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രാജ്യത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന, പ്രവാചകന്റെ കണ്ണുകൾക്കകത്ത് പരിചയപ്പെടുത്തുന്ന ഹല്ലേലൂയ അഭിഷേകത്തിന്റെ തൈലക്കൊമ്പിന് ഭാഗവാക്കാകുന്ന നിമിഷങ്ങൾക്കകത്തേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ചിലതിനെ നോക്കി പ്രവചിക്കുന്നു. അങ്ങനെ ചില പ്രവേശനങ്ങൾ സംഭവിക്കട്ടെ, അങ്ങനെ ചില കരുത്തുകൾ വെളിപ്പെടട്ടെ, അങ്ങനെ ചില അഭിഷേകങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ചിലതിനെ വലിച്ചു കീറി ചിലതിനെ ദൈവരാജ്യത്തിലേക്ക് നേടിയെടുക്കാനുള്ള കരുത്ത് ചിലരുടെ മേൽ വെളിപ്പെടട്ടെ. കണ്ണുകൾ ദൈവത്തിന് അടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ വീടിനകത്ത് സംഭവിക്കട്ടെ, എൻ്റെ പട്ടണത്തിനകത്ത് സംഭവിക്കട്ടെ, എൻ്റെ കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്നിലൂടെ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ചില വിടുതലുകൾ നൽകി കൊടുക്കാൻ, രോഗികളെ സൗഖ്യമാക്കാനുള്ള, ഭൂതങ്ങളെ അഴിക്കാനുള്ള, ഹല്ലേലൂയ, ഭൂതശാന്തി കൊടുക്കാനുള്ള, ഹല്ലേലൂയ, മനസ്സ് കെട്ടിവെച്ച ചിലർക്ക് ഇന്നർ ഹീലിംഗ് നൽകാനുള്ള വലിയൊരു അഭിഷേകത്തിന്റെ പകർച്ച നിന്നിലേക്ക് ഇപ്പോൾ വെളിപ്പെടട്ടെ. ക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആത്മാവിൽ സംസാരിക്കാനുള്ള അഭിഷേകം. സ്പീക്കപ്പ്. കർത്താവിനെ കുറിച്ച് സംസാരിക്കും. സംഭവം വെളിപ്പെടട്ടെ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലെ കടന്നു വരുന്നു. കേൾക്കപ്പെട്ട ദൂതിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവം കണ്ട ദാവീദിനെ, ഇസ്രായേലിന്റെ